എ റഹീം MP നമുക്ക് ചർച്ചകളിലൂടെ, ചൂടേറിയ ചർച്ചകളിലൂടെ പലപ്പോഴും നമ്മൾ തല്ലുണ്ടാക്കാറുണ്ടെങ്കിലും കലയുടെ കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണ് അല്ലേ റഹീമിക്ക? തന്നെയാണ്. യഥാർത്ഥത്തിൽ ഓരോ ഫെസ്റ്റിവലും എല്ലാ വിദ്വേഷവും വെറുപ്പും അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകളെല്ലാം മാറ്റിവെച്ച് വലിയൊരു ആശയവിനിമയത്തിൻ്റെയും സ്നേഹം പങ്കുവെക്കലിൻ്റെയും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ വേദിയാണ് എല്ലാ കലോത്സവം. കലോത്സവത്തിന് പോയപ്പോഴാണോ അമൃതയെ കണ്ടത് അതോ അല്ലാതെയാണോ? അല്ല, അത് കമ്മിറ്റി വിടാൻ പോയപ്പോഴാണ്. ഇപ്പൊ വീട്ടിലാണ് കമ്മിറ്റി. ഇപ്പൊ വീട്ടിലാണ് കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ 2 അംഗങ്ങളും കൂടുതലായി. ഇപ്പൊ കൂടുതലായി. അത് യഥാർത്ഥത്തിൽ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഒരു ദിവസം ഞാൻ DYFI-SFIയുടെ കമ്മിറ്റി ഏരിയ കമ്മിറ്റി കഴിഞ്ഞിട്ട് നേരെ മ്യൂസിയത്തിലേക്കായിരുന്നോ? അതൊന്നുമില്ല, അങ്ങനെ ഷൂട്ടഡ് സൈറ്റ് ആയിരുന്നില്ല. ഞാനവിടെ ചെന്നപ്പോ അവിടെ ഇരിക്കുന്നത് ആരാന്ന് ചോദിച്ചു. നമ്മുടെ റഡാറിൽപ്പെട്ടത് അവിടെ വെച്ചാണ്. ആ കമ്മിറ്റി കൂടാൻ പോയപ്പോഴേക്ക് അമൃതയുടെ റഡാറിൽ റഹീമിക്ക ഉണ്ടായിരുന്നു. അതിനു മുമ്പ് എനിക്ക് അറിയാം, ഞാനങ്ങനെ റഡാർ പിടിച്ചില്ലെന്ന്. ഇവരെല്ലാരും പരിചയം ഉണ്ടായിരുന്നു. നമ്മളത് വളരെ സീരിയസ് ആയ ഒരു ചർച്ച കഴിഞ്ഞ ദിവസമായിരുന്നു. അമൃത ഒരു പഠിപ്പിസ്റ്റാണ് അല്ലെ, ഒരു പഠിപ്പിയാണ്. അമൃത പഠിക്കുന്നതിനെ കോളേജ് ക്ലാസ് ടീച്ചേഴ്സ് കേട്ടത് അവര് ഒന്ന് സംശയിക്കും, ഇവളായിരുന്നു ക്ലാസ് കണ്ടിട്ടില്ലല്ലോ.